ഹായ് ഓൾ, എല്ലാവർക്കും QSPC HSLP സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 6-ലെ 5-ാമത്തെ ചാപ്റ്ററാണ്. ബേസിക് സയൻസിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഈ ചാപ്റ്ററോടെ കഴിയുകയാണ്. ഇനി സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പം 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബേസിക് സയൻസും സോഷ്യൽ സയൻസും കംപ്ലീറ്റഡ് ആണ്. കാണാത്തവർ കയറി കണ്ട് നോക്കുക. പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കുക. ഓക്കെ, ഇത് ചാപ്റ്റർ 5 ആണ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. അപ്പം ആദ്യം തന്നെ കുട്ടി ഡൗട്ട് ചോദിക്കുന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മിശ്രിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, മിശ്രിതങ്ങളെക്കുറിച്ച്. അപ്പം കുറേ മിശ്രിതങ്ങൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, സാലഡ്, മാങ്ങ അച്ചാർ, മിക്സ്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് മിശ്രിതങ്ങളെന്ന് നോക്കാം. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. എന്താണ് മിശ്രിതങ്ങൾ? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. പിന്നീട് കുട്ടികൾക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വായിച്ചു പോകാം. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാകുന്നത്. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാകുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഖരദ്രാവക ലായനി, ദ്രാവക ദ്രാവക ലായനി, വാതക ദ്രാവക ലായനി, വാതക വാതക ലായനി. എന്താണെന്ന് നമുക്ക് നോക്കാം. ഖരദ്രാവക ലായനിക്ക്, ഖരവും ദ്രാവകവും ചേർന്നുണ്ടാകുന്ന ലായനിക്ക് എക്സാമ്പിളാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം നമുക്ക്. കോപ്പർ സൾഫേറ്റ് ലായനി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പം ഖരവും ദ്രാവകവും കൂടെ ചേർന്ന ലായനിയാണ് ഖരദ്രാവക ലായനി. എക്സാമ്പിൾ എന്താണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനി, കോപ്പർ സൾഫേറ്റ് ലായനി, എക്സെട്ര. ഇനി ദ്രാവക ദ്രാവക ലായനി എന്താണ്? വിനാഗിരി. വിനാഗിരി ഒരു ദ്രാവക ലായനിയാണ്. ഓക്കെ, ഇനി വാതക ദ്രാവക ലായനി നോക്കിയേ. സോഡാവെള്ളം. സോഡാവെള്ളം എന്താണ്? വാതക ദ്രാവക ലായനി. വാതകവും ദ്രാവകവും കൊണ്ട് ചേർന്ന ലായനിയാണ് സോഡാവെള്ളം, വാതക ദ്രാവക ലായനി. വാതക ലായനിക്ക് എക്സാമ്പിളാണ് വായു. ഓക്കെ, ഇനി ലായനികളിലെ വൈവിധ്യം. വാതകം ഖരപദാർത്ഥങ്ങളിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളിലും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. ഓക്കെ, അപ്പം വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുണ്ട്, ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുമുണ്ട്. പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. എന്താണ് ഖരവാതക ലായനിക്ക് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. അപ്പോൾ അതെന്താണത്? ഖരലായനിയാണ്. ഓക്കെ, ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്വർണം, പിച്ചള, വെങ്കലം പോലുള്ള ലോഹസങ്കരങ്ങൾ ഖരലായനിക്ക് എക്സാമ്പിളാണ്. 916 സ്വർണം എന്ന് കേട്ടിട്ടില്ലേ? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും, അതായത് വെള്ളിയും ചെമ്പും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന സ്വർണത്തെയാണ് 916 സ്വർണം എന്ന് നാം പറയുന്നത്. ഇതും ഒരു ഖരലായനിക്ക് എക്സാമ്പിളാണ്. അപ്പം ഖരലായനിക്ക് എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു? സ്വർണവും പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ലായനി ഖരലായനിക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? 916 സ്വർണം എന്ന് പറയുന്നത് 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റ് ലോഹങ്ങളും ചേർത്തുണ്ടാകുന്ന സ്വർണം എന്താണ്? ഖരലായനിക്ക് എക്സാമ്പിളാണ്. ഖരവാതക ലായനിക്ക് എക്സാമ്പിൾ എന്ത് പറഞ്ഞിരിക്കുന്നു? പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ലായനി ഒരു ഖരവാതക ലായനിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തത് വീണ്ടും കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതത്തിനെ കുറിച്ചും പറഞ്ഞിരിക്കുകയാണ്. ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. എന്താണ് ഏകാത്മക മിശ്രിതങ്ങൾ അഥവാ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്? ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. ഇനി ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ അഥവാ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഇവിടെ പഞ്ചസാര, ഒരു വെള്ളത്തിനകത്ത് പഞ്ചസാര നന്നായിട്ട് ഇളക്കിയ ഒരു മിശ്രിതവും ജസ്റ്റ് പഞ്ചസാര ഇട്ടിട്ട് വെള്ളമായിട്ട് വെച്ചിരിക്കുന്ന മിശ്രിതവും കുട്ടികൾക്ക് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. അപ്പം പഞ്ചസാര നന്നായിട്ട് കലങ്ങിയതിനകത്താണെങ്കിൽ അത് ഏകാത്മക മിശ്രിതമായിരിക്കും, എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അതേസമയം പഞ്ചസാര നന്നായിട്ട് ഇളകാത്ത മിശ്രിതത്തിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അതിനെയാണ് ഹെട്രോജീനിയസ് ഭിന്നാത്മക മിശ്രിതം എന്നിവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ആ കുട്ടി പറയുന്നത് നോക്കിയേ. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികൾ അല്ല.
ഇനി മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ അന്തരീക്ഷത്തിൽ കാണുന്ന വാതകങ്ങളിലെയും മിശ്രിതങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്തൊക്കെ കാണുന്നുണ്ട്? നൈട്രജൻ 78%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ഓക്സിജൻ 21%. മറ്റുള്ളവ എത്രയാണ്? 0.96% ആണുള്ളത്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാം. ആ ടേബിൾ ആയതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പം നൈട്രജൻ 78%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ഓക്സിജൻ 21%, മറ്റുള്ളവ 0.96%. ഓക്കെ. തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. അപ്പം എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കി വെച്ചേക്കുക. ഇനി കണാദ മുനിയെക്കുറിച്ച് പറയുന്നു. ആരാണ് കണാദൻ? പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെട്ടതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. അപ്പം സൂക്ഷ്മകണങ്ങൾക്ക് കണാദമുനി നൽകിയ പേരെന്താണ്? പരമാണു എന്നാണ് പറഞ്ഞത്. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെട്ടിരിക്കുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. ഇനി തന്മാത്രകളെക്കുറിച്ച് പറയുന്നു. ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, മൂന്ന് സബ്സ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് തന്മാത്രകളെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, പദാർത്ഥങ്ങൾക്ക് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ? തന്മാത്രകളെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാലോ? നോക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? ഖരാവസ്ഥയിലാണ് അല്ലേ? ഖരാവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? വാതകാവസ്ഥയിലാണ്. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാണ്? ഖരപദാർത്ഥങ്ങളിൽ തന്മാത്രകൾ ടൈറ്റ്ലി പാക്ഡ് ആണ്. അതേസമയം ദ്രാവകത്തിലും വാതകത്തിലും കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നിശ്ചിതമായൊരു ആകൃതി അവയ്ക്ക് ഇല്ലാത്തത്. ഓക്കെ അല്ലേ? ഇനി ആറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. തന്മാത്രകളെക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജലതന്മാത്ര ഉണ്ടാകുന്നത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാണ് ഒരു പഞ്ചസാര തന്മാത്ര. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് പഞ്ചസാര തന്മാത്രയ്ക്കകത്തുള്ളത്? 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് പഞ്ചസാര തന്മാത്ര. 12 കാർബൺ ആറ്റങ്ങൾ, 22 ഹൈഡ്രജൻ ആറ്റങ്ങൾ, 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് പഞ്ചസാര തന്മാത്ര. ഓക്കെ അല്ലേ? ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ മിശ്രിതം. അപ്പം മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണ് മിശ്രിതം. അപ്പോൾ മിശ്രിതത്തിലും ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പം ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവ ശുദ്ധ പദാർത്ഥങ്ങളാണ്. എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. അപ്പം പ്യുവർ സബ്സ്റ്റൻസിനെയും മിക്സ്ചേഴ്സിനെയും കുറിച്ചാണ് പറയുന്നത്. എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളെ എന്തെന്ന് പറയാം? മിശ്രിതങ്ങൾ അഥവാ മിക്സ്ചേഴ്സ് എന്ന് പറയാം. ഇവിടെ കുറേ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. നോക്കിയേ, ഇരുമ്പ്, ചെമ്പ്, കാർബൺ, ജലം, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്താണ്? ശുദ്ധപദാർത്ഥങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി ഇവിടെ ടേബിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പദാർത്ഥം ഉൾപ്പെട്ടിരിക്കുന്ന തന്മാത്രകൾ അതിനകത്ത് ശുദ്ധപദാർത്ഥവും മിശ്രിതവുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കഞ്ഞിക്കകത്ത് എന്തൊക്കെയുണ്ട്? ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങൾ. അപ്പോൾ എന്താണ്? കഞ്ഞി ഒരു മിശ്രിതമാണ്. പെൻസിൽ, ഗ്രാഫൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാരയാണെങ്കിലോ, പഞ്ചസാരയും ശുദ്ധപദാർത്ഥമാണ്. സോഡാ വെള്ളം എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ട് സോഡയ്ക്കകത്ത് അല്ലേ? അപ്പോൾ എന്താണ്? സോഡാ വെള്ളം എന്താണ്? മിശ്രിതമാണ്.
ഇനി സംഭാരം, ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങൾ ചേർന്ന് നിർമ്മിച്ചതാണ്, അതുകൊണ്ട് തന്നെ മിശ്രിതമാണ്. ശുദ്ധജലമാണെങ്കിൽ ജലം മാത്രമേ ഉള്ളൂ അല്ലേ, അപ്പോൾ അതെന്താണ്, ശുദ്ധപദാർത്ഥമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ശുദ്ധപദാർത്ഥമാണ്. സ്വർണ്ണാഭരണം ആകുമ്പം സ്വർണം, വെള്ളി, ചെമ്പ് എല്ലാം കൂടെ ചേർത്തല്ലേ സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതെന്താണ്, അതൊരു മിശ്രിതമാണ്. ഇനി സ്വർണ്ണമാണെങ്കിൽ ശുദ്ധപദാർത്ഥവും സ്വർണ്ണാഭരണമാണെങ്കിൽ മിശ്രിതവുമാണ്. ഓക്കെ അല്ലേ. അടുത്തത്, ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധ പദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. അപ്പം വെളിച്ചെണ്ണ എന്താണ്, ഏകാത്മക മിശ്രിതമാണ്. ഓക്കെ. ഇനി പദാർത്ഥങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക്. ഓക്കെ. അടുത്തത്, കൂടിക്കലർന്നവ വേർതിരിക്കാം. എങ്ങനെയാണ് വേർതിരിക്കുന്നത്, വേർതിരിക്കൽ പ്രക്രിയകൾ ഏതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് കല്ല് കലർന്ന അരി എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്, കല്ല് നമ്മൾ പെറുക്കി മാറ്റിയെടുക്കും അല്ലേ. ഇനി മണലും ഇരുമ്പ് പൊടിയും ചേർന്നതാണെങ്കിൽ കാന്തിക വിഭജനം വഴി വേർതിരിച്ചെടുക്കും. നോക്കിയേ, അതാ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഉപ്പ് എങ്ങനെയാണ്, ബാഷ്പീകരണത്തിലൂടെയാണ് നമ്മൾ ഉപ്പുണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. നെല്ലിൽ നിന്ന് പതിര് പാറ്റിയാണ് വേർതിരിക്കുന്നത്. തൈരിൽ നിന്നും വെണ്ണ കടഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ് അല്ലേ. സെൻട്രിഫ്യൂഗേഷൻ വഴി അതിവിടെ ടേബിളായിട്ട് എഴുതാൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ. ഇനി ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചുമാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നത് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഒരു ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ PYQ ഡിസ്കഷൻസും നടത്തി വരുന്നുണ്ട്. PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ചെയ്യുന്നത്. 2025-ലെയും 2026-ലെയും റീസെൻ്റായിട്ട് നടന്ന എല്ലാ എക്സാംസും എടുത്ത് കണക്റ്റഡ് ഫാക്ട്സ് സഹിതം പറഞ്ഞു പോകുന്നുണ്ട്. കാണാത്തവർ കയറി കണ്ടു നോക്കുക, നിങ്ങൾക്ക് സമയനഷ്ടമാവില്ല. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുക. ഓക്കെ. അപ്പം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.